ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഭർത്താവുള്ളൊരു സ്ത്രീക്ക് ഇതിൽ കൂടുതൽ ഒരു അപമാനം വരാറില്ലെന്ന് എനിക്കറിയാം. അതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട്. വെയിലും ഞാനിവിടെ വരില്ല, നിങ്ങളെ ഉപദ്രവിക്കുകയുമില്ല. ഈ കൂടാരങ്ങൾ ഇടുങ്ങിയ ലോകം വിട്ടു പോകുന്നത് വരെ ചിലപ്പോഴൊക്കെ നാം തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരും. അപ്പോഴെല്ലാം കടലെന്നടിച്ച് നാം മുഖങ്ങൾ തിരിച്ചു കളഞ്ഞാൽ മതി. നിന്നെ കണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഭാരം തീരുകയും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വരെ വന്നത്. ഇനിയും കണ്ടാലും കണ്ടില്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളുടെ ഒരു മാറ്റവുമില്ല. മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഗോവിന്ദൻകുട്ടി, ഞാൻ തന്നെ പറ്റി ഇങ്ങനെയൊന്നല്ലേ വിചാരിച്ചിരുന്നു. നാണം കെട്ടവൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരു കുന്തം കേൾക്കണ്ട. ഇറങ്ങി നീ ഇറങ്ങാൻ. എന്താണ് നിൽക്കുന്ന സങ്കടം? നീ അവരെ കാണാൻ നിന്നെ കൊല്ലുപടി ഭയങ്കരി. നീ ഇത്രക്കാരാണ് പറഞ്ഞിരുന്നില്ല. നീ എന്നെ ചതിക്കാൻ മതി. നിന്നെ ഇങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നീ നീ ഭയങ്കരയാണ്. രാത്രി സല്ലപിക്കാൻ പോയിരിക്കുന്നു. എന്റെ കാര്യം അമ്മ വിളിക്കുന്നു. മിണ്ടി പോയത് എന്തടിച്ച് കഴിയുന്നു. അമ്മ അമ്മയോട് വരാൻ പോകുന്നു. എന്താണ് അവിടെ? മനുഷ്യൻ രാത്രി കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? താനാണോ ചോദിക്കാൻ? ഇവിടെ പണി നടക്കും. ഞാൻ 18 വർഷമായി സർക്കസ് നടത്താൻ തുടങ്ങിയിട്ട് എന്റെ കൂടാരത്തിൽ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ല. മര്യാദയ്ക്ക് ഇവിടെ കഴിയാമെങ്കിൽ കഴിഞ്ഞാൽ മതി. നീ അവളെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിനക്കൊന്നും ഇതൊന്നും വിധിച്ചിട്ടില്ലടാ. നിനക്ക് പോകണമല്ലേ? നിനക്കിവിടെ മടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ കല്യാണം കഴിക്കില്ലായിരുന്നു അല്ലേ? ശാരദേ, ഇവിടെ വാ. ഇവിടെ വരാൻ. നീ പോവുക അല്ലേ? നീ പൊയ്ക്കോ, അതാ നല്ലത്. നിനക്ക് വിജയുടെ ഇഷ്ടമാണ് അല്ലേ?
ചിലപ്പോ എന്റെ തോന്നലാവാം. അല്ല, ആണെങ്കിലും നിന്നെ ഞാൻ കുറ്റം പറയില്ല. നിന്റെ വിജയേട്ടൻ നല്ലവനല്ലേ, സുന്ദരനല്ലേ? കുട്ടി ഇരിക്കും. വിജയൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണെന്ന് കേട്ടു. നേരാണോ? നേരാണ്. ബോസിനോട് പറഞ്ഞു? പറഞ്ഞു. ഒരാഴ്ചത്തെ സമയം വേണമെന്ന് പറഞ്ഞു. വിജയൻ പോകരുത്, അത് പറയാനാണ് ഞാൻ വന്നത്. പോകേണ്ടത് ഞാനാണ്. ഞാൻ പൊയ്ക്കൊള്ളാം. പോകുന്നു കുട്ടി. വിജയൻ ഇവിടുത്തെ ഏറ്റവും നല്ല കളിക്കാരനാണ്. ബോസിന് വേണ്ടത് വിജയനെ. ഞാൻ കോമാളിയാ. കോമാളികൾ ഇവിടെ ധാരാളമുണ്ട്. ഒരാളില്ലെങ്കിലും സർക്കസ് നടക്കും. ഇല്ല, ഞാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിജയം പോയാൽ ബോസ് എന്നെയും പിരിച്ചുവിടും. ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരൻ. രണ്ടുപേരും പോകുന്നതിലും നല്ലത് ഒരാൾ പോകുന്നതല്ലേ. ഞാൻ പറഞ്ഞതല്ലേ ശരി? കുട്ടി എങ്ങോട്ട് പോകും? അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകും. വിജയനോട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. നമ്മൾ എത്ര വലിയ കൂട്ടുകാരായിരുന്നു. നമ്മുടെ ബന്ധം ഒരിക്കലും തീരരുതെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കും അങ്ങനെ തന്നെ. വിജയൻ ഓർക്കുന്നുണ്ടോ, 4 വർഷം മുമ്പ് ഇതേ പട്ടണത്തിൽ സർക്കസ് കളിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ബീച്ചിൽ പോയത്? എന്ത് രസമായിരുന്നു അല്ലേ? നമുക്കിന്ന് അവിടെയൊക്കെ ഒന്ന് പോകണം. അന്നത്തെ പോലെ അവിടെ കൂടി നടക്കണം. എനിക്ക് വിജയനോട് ഒരുപാട് കാര്യങ്ങൾ പറയണം. ഇനി ചിലപ്പോ അതിന് സമയം കിട്ടില്ലെന്ന് വരും. വിജയൻ വരില്ലേ? വരാം. വിജയൻ നേരത്തെ ഇറങ്ങിക്കോണം. ഞാൻ പിന്നാലെ എത്തിക്കോണം. ഇനി നമ്മൾ ഒന്നിച്ചു പോകുന്നത് മറ്റാരും കാണണ്ട. ഞാൻ സാറിനെ കൂടെ കൊണ്ടുവന്നു. നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കാം. വരൂ. വരൂ. വാ ശാരദേ. എന്തു ഭീകരമായിരിക്കും.
ഭയം തോന്നുന്നു അല്ലേ? നമുക്കൊന്ന് ഇറങ്ങി കുളിച്ചാലോ? ഞാൻ പോകുന്നു. വിജയ, തന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ വന്നത്? ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്കിൽ പറയൂ. ശാരദേ, വാ, ഇങ്ങെടുത്തു വരൂ. സ്നേഹത്തിന്റെ അർത്ഥം എന്താണെന്ന് വിജയൻ ഇവക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അവർക്കത് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. വിജയൻ എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കണം. വിജയൻ പറഞ്ഞാൽ അവൾ കേൾക്കും, അനുസരിക്കും. വിജയൻ എന്ത് ഇഷ്ടമാണെന്ന് എല്ലാം പറഞ്ഞു കൊടുക്കും വിജയ. ഗോകുട്ടി, 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 ഗോകുട്ടി. ഗോകുട്ടി, ഗോകുട്ടി. ചേട്ടാ